ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സമാനതകളില്ലാത്ത ചരിത്ര വിജയവുമായി മഹാരാഷ്ട്ര പോലീസും സുരക്ഷാ സേനയും. ഒരു കാലത്ത് ചുവപ്പൻ ഭീതിയുടെ നിഴലിലായിരുന്ന ഗഡ്ചിരോലി ജില്ലയെ പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ അന്തിം പ്രഹാർ എന്ന പ്രത്യേക ദൗത്യത്തിലൂടെ 5 മുതിർന്ന മാവോയിസ്റ്റ് നേതാക്കൾ കീഴടങ്ങുകയും 8 സായുധ കേഡർമാർ അറസ്റ്റിലാവുകയും ചെയ്തു. വർഷങ്ങളായി ചോരപ്പുഴ ഒഴുകിയ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് അതിർത്തി ജില്ലയായ ഗഡ്ചിരോലി ഇനി സമാധാനത്തിന്റെ പുതിയ പാതയിലേക്ക്. ഗഡ്ചിരോലി പോലീസും CRPFും സംയുക്തമായി നടത്തിയ അതിശക്തമായ നീക്കങ്ങൾക്കൊടുവിലാണ് രാജ്യത്തെ ഞെട്ടിച്ച പല ആക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ച മാവോയിസ്റ്റ് തലവന്മാർ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന 8 സായുധ കേഡർമാരെ തെലങ്കാന അതിർത്തിയിലെ വനമേഖലയിൽ നിന്നും പോലീസ് വലയിലാക്കുകയും ചെയ്തു. പോലീസിന്റെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിലുണ്ടായിരുന്ന അവസാന സായുധ സംഘത്തെയാണ് ഈ ദൗത്യത്തിലൂടെ ഇല്ലാതാക്കിയത്. കീഴടങ്ങിയ ഡിവിഷണൽ കമ്മിറ്റി അംഗം മധു, രാകേഷ്, വേലിഡ ഉൾപ്പെടെയുള്ള 5 നേതാക്കളുടെ തലയ്ക്ക് മാത്രം സർക്കാർ 38 ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. അറസ്റ്റിലായ 8 പേർക്ക് മേൽ 64 ലക്ഷത്തിന്റെ ഇനാമും ഉണ്ടായിരുന്നു. ഗുണ്ടേനൂർ വനമേഖലയിലെ രഹസ്യ താവളത്തിൽ നിന്ന് 65.34 ലക്ഷം രൂപയുടെ കള്ളപ്പണവും AK-47 ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, SLR റൈഫിളുകൾ ഉൾപ്പെടെ 51 മാരകായുധങ്ങളും സേന പിടിച്ചെടുത്തു. ജനം, ഡൽഹി.